കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവര് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില വ്ളോഗേഴ്സ് എടുത്ത് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രൊമോഷനാണ് അതൊക്കെ. ഇട്ട് കൊടുക്ക് ചേച്ചി, കാണട്ടെ എല്ലാവരും. ചേച്ചിയുടെ കാലിന്റെ വീഡിയോ കാണാനും ചേച്ചിയെ എന്താ പറയാ കാലിനെ വെച്ച് പൂജിക്കുന്നവരൊക്കെ ഉണ്ടെന്നാ ചേച്ചി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചേച്ചി എന്ത് ചെയ്യണം, അങ്ങോട്ട് ഇട്ട് കൊടുക്ക്, കാണട്ടെ എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കുറച്ച് ദിവസമല്ല കൂടുതൽ ദിവസമായി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും, നമുക്ക് വലിയ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടായി. രാത്രിയിൽ നെഞ്ചുവേദന മൂലം അല്ലെങ്കിൽ എന്താ പറയുക ഒരു സങ്കടത്തോടു കൂടി കിടന്ന ഒരു മനുഷ്യൻ രാവിലെ ആയപ്പോൾ സ്വന്തമായിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയ ആ ഒരു നിമിഷം മാത്രമേ ഓർമ്മയുള്ളൂ. ചെല്ലുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, പോയ ആ ഒരു ഹാഫ് ആൻ അവറിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് നാട്ടിൽ പോയി അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ച് എത്തിയതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ അടിയും ബഹളവും ഒക്കെ നടന്നിരുന്നു. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചിന്റെ പല കാര്യങ്ങളും പുറത്തു വന്നു. അതിൻ്റെ ഇടയിൽ അതുലുമായിട്ട് അടി, ഷഫീനയുമായിട്ട് അടി, പിന്നെ ഒരു ഡയറക്ടർ വന്ന അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇതൊക്കെ നടന്നിരുന്നു. ഇതെല്ലാം നോക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാനോ നമുക്ക് സാഹചര്യം അങ്ങനത്തെ അല്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങോട്ട് വിട്ട് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴിതാ നമ്മുടെ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പം വെല്ലുവിളികളാണ്. DNA ടെസ്റ്റിന്റെ കാര്യം പറയുന്നത് കണ്ടിരുന്നു. പിന്നെ പച്ചമാങ്ങ കടിച്ചുകൊണ്ട് എന്താ പറയുക, പച്ചമാങ്ങ കടിച്ച് മറ്റുള്ളവരെ കുതിപ്പിക്കുന്ന കണ്ടു. എന്തൊക്കെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതുലിനെയും ഡാനിനെയും വെല്ലുവിളിച്ചുകൊണ്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ ഉദ്ദേശം എന്തെന്നും നമുക്കറിയില്ല. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ല, നിങ്ങളല്ല. അത് എല്ലാവരും സമ്മതിക്കും. നിങ്ങളല്ല സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി. നിങ്ങളല്ല. എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എന്താണെന്നറിയാമോ, അവരൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ പുറത്ത് നല്ല പിള്ള, ഞാൻ വിധവ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ഞാൻ ഈ ലോകത്തിലെ വിധവകൾക്ക് വേണ്ടി റെപ്രസെന്റേറ്റീവ് ചെയ്ത് ജീവിക്കുന്നവളാണ്, എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ഒരാളല്ലേ. സുധിച്ചേട്ടന് വേണ്ടി ജീവിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ ആള് ഇവിടെ വേറൊരു രീതി കാണിക്കുകയും സബ്സ്ക്രിപ്ഷനിൽ പോയി മാലയും അതോടൊപ്പം തന്നെ വട, കല്ല് അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, പ്രതികരിക്കും. അതുകൊണ്ടാണ് നിങ്ങളാണോ ആദ്യമായിട്ട് തുടങ്ങി എന്നുള്ളൊരു ചോദ്യത്തിന് ഈ പറയുന്ന അതിലായിക്കോട്ടെ, ഡാനി ആയിക്കോട്ടെ, നമ്മളായിക്കോട്ടെ എല്ലാവരും ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? നിങ്ങളല്ല ആദ്യമായിട്ട് തുടങ്ങിയത്. പക്ഷെ നിങ്ങളാണ് പുറത്ത് നല്ലവളെ പോലെയും അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും കാണിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്നൊരു വാക്ക് എന്താ മോശമാക്കി കളഞ്ഞത് നിങ്ങളാണ്. പിന്നെ പർപ്പിൾ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ, അതൊക്കെ പൂട്ടിപ്പോയത് അറിഞ്ഞല്ലോ. ഓക്കെ, ബാക്കി അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കടന്ന് കൊണന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? അപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ പൂട്ടി കാണിക്കടാ, ചോണയുണ്ട് പൂട്ടി കാണിക്കടാ. ആഹാ, നീയൊക്കെ രേണു ചേച്ചിയോടാന്നോടാ കളിക്കുന്നത്. വെല്ലുവിളിക്കുക. നിനക്കൊക്കെ ധൈര്യം ഉണ്ടാ, പൂട്ടി കാണിക്കടാ എന്നൊക്കെയാണ് പറയുന്നത്. അതെ രേഷ്മ പി തങ്കച്ചൻ, പർപ്പിളിന്റെ ചാനൽ പൂട്ടിപ്പോയി. ഒത്തിരി പേരുണ്ടായിരുന്നു, മാസം നല്ല ലക്ഷങ്ങൾ സമ്പാദിക്കുമായിരുന്നു. ഒത്തിരി ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരുന്ന പർപ്പിളിന്റെ ചാനൽ അങ്ങ് പോയി. അപ്പൊ ചേച്ചിയുടെ ചാനലിൽ പോകാൻ വല്ല താമസമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ അങ്ങോട്ട് ഇളകാതെ അങ്ങനെ ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അഥവാ ചെയ്യുവാണെങ്കിൽ മറ്റേ ചെയ്യത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാം ഒക്കെ അവരങ്ങ് ചെയ്തു പൂട്ടിച്ചോളൂ. ഓക്കെ ചേച്ചി, ബാക്കി പറഞ്ഞ ചേച്ചി. പോരട്ടെ. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. മാന്യമര്യാദയുടെ കാര്യമൊന്നും പറയല്ലേ. മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളെ ഒന്നുകൂടെ കണ്ടോട്ടെ. ഈ മുഖമായിരുന്നു. പൊന്നെ, ഇത്ര മര്യാദയും ഇത്രയും മാന്യതയായിട്ട് ജീവിക്കുന്ന ഒരാള്. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുവല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീക്ക് ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. നിനക്ക് അതുലിനോടാ നീ പറയാ നാണവും മാനവും കെട്ട അതുലേ? നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട്? എടാ നാണവും മാനവും കെട്ട അതുലേ,
എന്ന് വിളിക്കുന്നത് ആരാണ്? ഈ നാണോ മാനോ ഉള്ള രേണു. ഉണ്ടെന്ന് സ്വയം പറയുകയാണ്. എന്ന നാണോ മാനോ ഉണ്ടോ? അതുമില്ല. എന്നിട്ട് അതുലിനെ കൊണ്ട് പറയുക, എടാ നാണവും മാനവും കേട്ട അതുലേ എന്ന് അവനെ വിളിക്കുകയാണ്. അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക രേഷ്മ, നിങ്ങൾക്ക് വട്ടായോ അതോ ഈ ലോകത്തുള്ള എല്ലാവർക്കും വട്ടായോ? എന്തായാലും പോരട്ടെ. അതുലിന്റെ വായില് എന്തായാലും ഇങ്ങനെ കോലിട്ട് കൊടുക്കും, അവൻ നല്ലപോലെ ഇട്ടങ്ങട്ട് അലക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഇതൊക്കെയാണ് ഈ ചേച്ചിയുടെ പരിപാടി. എന്തായാലും ബാക്കി നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് ചേച്ചി അങ്ങനൊന്നും അല്ല. സബ് എടുത്തിട്ട് ആരും ഒന്നും ചെയ്തില്ല. നിങ്ങൾ ഇടുന്ന വീഡിയോ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് കാണിച്ചു എന്ന് പറ. അല്ലെങ്കിൽ സബ് എടുത്തിട്ട് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എന്ത് പറയണേ? നിങ്ങൾ ഇടുന്ന വീഡിയോ എടുത്ത് ആൾക്കാർ വെളിയിൽ കാണിച്ചു എന്ന് തന്നെ പറയണം. കാരണം ഇവിടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡീസെന്റ് ആയിട്ട് ഇപ്പൊ ഡ്രസ്സ് ഇടുന്നുണ്ട്. അവിടെ നിങ്ങൾ എക്സ്ക്ലൂസീവ് ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ ആൾക്കാർ എടുത്ത് വെളിയിൽ ഇടുമല്ലോ. കാരണം ഡബിൾ ഡാഡി സിൻഡ്രം ആ സംഭവം ഉള്ളപ്പം അങ്ങനെ കാണിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നേ. അതിന് ചേച്ചി എന്തിനാ ഇത്ര ഇത് വികാരാധീതനായി മാറുന്നത്? ബാക്കി എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ. എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രൊമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? എടാ നാണം ഉണ്ടോ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കേട്ടണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അത് ശരിയാ, നിങ്ങളുടെ ഭാഗത്ത് ശരികൾ ഇഷ്ടം പോലാണ്. എത്ര ശരിയാണെന്നറിയാമോ? ശരിയുടെ കൂമ്പാരമാണ് നിങ്ങളുടെ ഭാഗത്ത്. എത്ര ശരികളുണ്ട്. അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്നവരെല്ലാം കണ്ടതാണ്, നാട്ടുകാരും കണ്ടതാണ് നിങ്ങളുടെ ഭാഗത്തെ ശരികൾ. എന്തൊക്കെ ശരിയായിരുന്നു. ബിഷപ്പിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്ത് മൊത്തം ശരികളായിരുന്നു. ഫിറോസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് അങ്ങ് ഏറ്റവും വലിയ ശരികളായിരുന്നു. പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്ന ആ പുള്ളിയുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരികളുടെ അങ്ങ് കുമ്പാരമായിരുന്നു. മതിൽ കെട്ടാൻ വേണ്ടി പൈസ തന്ന മറുനാടൻ ഷാജിനെ നിങ്ങൾ തന്തയാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരികൾ കൂടുതലായിരുന്നു. അങ്ങനെ ശരികളുടെ കുമ്പാരമാണ് ചേച്ചി. ചേച്ചി പറഞ്ഞാട്ടെ. അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നീ നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പൊ പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യമാക്ക് തന്താന്ന് പോലും പറയാൻ പാടില്ല. അച്ഛനെന്ന് മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ. അച്ഛ എന്നല്ല, ആന്ന് തുറന്നു പോലും വിളിക്കില്ല. അത്രയ്ക്ക് റെസ്പെക്റ്റ് ആണ് എനിക്ക് തങ്കച്ചനോടുള്ളത്. തന്താന്ന് പോലും വിളിക്കില്ല പോലും. ചില സമയത്ത് അവിടെ നിന്ന് കേൾക്കാം തങ്കച്ചനെ വിളിക്കുന്നത്, നല്ല വിളിക്കുന്നത് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാ ഇപ്പൊ അച്ഛ എന്ന് പോലും ഞാൻ വിളിക്കില്ല. എന്ന് വിളിക്കുമ്പോഴേ തങ്കച്ചൻ വിളി കേൾക്കും. എന്നിട്ട് ഇവിടെ ഞാൻ അന്ധ എന്ന് വിളിക്കത്തില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, പറഞ്ഞു. എന്തായാലും നല്ല കാര്യമാണ്. എന്റെ വായിൽ ഞാൻ അനാവശ്യവാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക. അയ്യോ, ഞാൻ അനാവശ്യ വാക്കുകൾ ഒന്നും പറയത്തില്ലേ. പൊന്നു മാത്രമേ പൊഴിയത്തുള്ളൂ. വാ തുറന്ന മുത്ത് 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 മാത്രം പുറത്തു വിടുന്ന ഒരാളാണ്. അനാവശ്യ വാക്കുകൾ എന്തെന്ന് പോലും ഈ പറയുന്ന രേഷ്മയ്ക്ക് അറിയത്തില്ല. വരട്ടെ, തള്ളുകൾ ഇങ്ങനെ വരട്ടെ. അച്ഛൻ തന്നെ ഞാൻ പറയാം, നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നു. അല്ല, കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള ഒരു വിവരം കൂടെ വേണ്ടേ? അതില്ലാതായി പോയി. അതുലിന്റെ അച്ഛനും അമ്മയൊക്കെ അവരെ കഷ്ടപ്പെട്ട് വളർത്തുകയും ചെയ്തു, വിവരവും കൊടുത്തു വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവൻ സംസാരിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഇത് കാണും. പക്ഷെ എന്ത് ചെയ്യാനാ രേണു? കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മാത്രം കാര്യമില്ല, അതിനുള്ള ഒരു ഇതുകൂടെ വേണ്ടേ? അതില്ല. ഓക്കെ, പോരട്ടെ, ബാക്കി. നിനക്ക് നാണമാകുന്നില്ലേ അതുൽ? എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാദോരാതെ പ്രസംഗിക്കുന്നല്ലോ. എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നു. നിനക്ക് യോഗ്യത, എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനീസത്തിനും അവനും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനീസത്തിനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്ക് തന്നിട്ടുള്ളത്. അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം. അല്ല രേണു ചേച്ചി, അങ്ങനൊക്കെ പറയല്ലേ. മെറ്റയൊന്നും വെല്ലുവിളിക്കല്ലേ. പർപ്പിളിന്റെ അങ്ങ് പൂട്ടിപ്പോയേ. അങ്ങനെ പലരുടെയും പൂട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നതുപോലെ എനിക്ക് തന്നു എന്ന് പറയരുത്. എല്ലാവർക്കും തന്നത് എന്തിനാണ്? അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനാണ്. അല്ല, നിങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി അവിടെ ഇവിടെയും തുറന്നു കാണിച്ചുണ്ടാക്കുക അല്ല മെറ്റ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിള്ളേരെ വഴിതെറ്റിക്കുക എന്നുള്ളതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം.
ഇതിനിടയിൽ ഞാൻ ആദ്യം കാണിച്ച വീഡിയോ കണ്ടില്ലേ, ഇവരുടെ കാലിന് വരെ ആരാധകരാണ്, അതുകൊണ്ട് ഇവർ കാല് കാണിക്കും, മറ്റെണ്ണം കാണിച്ചൊക്കെ കൊടുക്കും. ഇതൊന്നും മെച്ച അനുവദിക്കത്തില്ല. ഒരു പരിധി കൂടുതൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പൂട്ടി അടിച്ച് വെളിക്കളയും. അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏഹ് അല്ലാതെ ഈ പരിപാടിക്കല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്താൽ നന്ന് കേട്ടോ. കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലടാ നിനക്കൊക്കെ. ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. പിന്നെ ചേച്ചി പറയുമ്പോൾ പലതും തെറ്റിപ്പോകുന്നുണ്ട്, പോട്ടെ, അതൊക്കെ നമുക്ക് അങ്ങ് വിട്ടുകളയാം. പിന്നെ ചേച്ചി പറയുന്നുണ്ട് ആസ്വദിച്ചിട്ട്. എടാ നീ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നീ പിന്നെ അത് വെളിയിൽ വിടുന്നത് എന്തിനാടാ? അതാണ് പുള്ളിക്കാരിയുടേതായ ഒരു വിഷമം. കണ്ട് ആസ്വദിച്ചിട്ട് അവിടെ തന്നെ വെച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കണ്ട് ആസ്വദിച്ച് നീ അത് വെളി വിട്ടതാണ് അതിലെ വിഷയം. ഡാനി, അത് വിഷയമാകട്ടോ, അത് വലിയ വിഷയമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് മോശമായി പോയി. മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുദിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. നിന്നോടുള്ള അവസാന വാണിംഗാ. ഇതിൽ കൂടുതൽ കളിച്ചാണ്ടല്ലോ. പറഞ്ഞേക്കാം. പിന്നെ ചേച്ചി പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് കൊണ്ടെത്താ ഞാൻ വീട്ടിലിരിക്കും. ഇത് പറയാൻ തുടങ്ങിയിട്ട് പുള്ളിക്കാരി ഏതാണ്ട് കുറച്ച് നാളല്ല, കുറേ വർഷങ്ങളായി. ഇപ്പോഴും പുള്ളിക്കാരി അത് തന്നെയാണ് പറയുന്നത്. അതൊന്നും ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു പണിക്കും പോകാതെ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന്, അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിനതാ, ഞാൻ ഇരിക്കാം. അതെ, ഇതാണ് അവർക്ക് വേണ്ടത്. അവർക്ക് ചുമ്മാ കുത്തിയിരിക്കണം, എല്ലാവരും കൊണ്ട് കാശ് കൊടുക്കണം. എന്തുവായിരുന്നു നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ ജീവിക്കൂ, അതിനിവിടെ എന്താണ് കുഴപ്പം? പക്ഷെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കാതിരുന്നുകൂടെ? അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ട് ആൾക്കാരെടുത്ത് വിമർശിക്കും. അത് അങ്ങോട്ട് നെഞ്ചും വിരിച്ച് അങ്ങോട്ട് ഏറ്റെടുക്കണമെന്നേ അല്ല. പിന്നെ ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്ക് കെട്ടിയോനില്ലല്ലോ, മരിച്ചു പോകും. അപ്പൊ നീ കൊണ്ട് ചെലവിനതാ, ഞാൻ വീട്ടിൽ. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നതുകൊണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുനൊക്കെ എടുത്തിട്ട് ഇറക്കി കയറ്റുന്നത്. അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. പിന്നെ അവര് സത്യം മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത്. അയ്യോ, അവരുടെ കൂട്ട് സത്യം മനസ്സിലാക്കി സംസാരിക്കുന്നവർ വേറെ ആരുമില്ല. അത് നല്ല ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് കേസൊക്കെ വന്നത്, സത്യം മനസ്സിലാക്കി സംസാരിക്കുന്നത് കൊണ്ടാണ്. സജീനയാണെങ്കിൽ സത്യം മാത്രമേ പറയൂ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച പോട്ടടെ എങ്ങനെ? അയ്യോ, അത് മാത്രം പറയല്ലേ. വിധവ എന്നൊരു വാക്ക് നിങ്ങൾ പറയരുത്. വിധവയായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ജീവിച്ചു പോകട്ടെ നിങ്ങൾ പറയരുതേ. അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇതുപോലെ. വിധവകളായിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ട്, അവർക്കൂടെ നിങ്ങൾ ഈ പേരുദോഷം ഉണ്ടാക്കി വെക്കരുത്. നിങ്ങൾ ആ ഒരു വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. എന്തായാലും ഈ കാര്യങ്ങളോട് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഇത് കേട്ടിട്ട് എനിക്ക് ഇതിന്റെ അകത്ത് അതെന്തോ അവർ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് കേട്ടു. പക്ഷെ ഒരു ഞാൻ പറഞ്ഞോട്ടെ, ആ രേണുസുധീനെ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും സമയത്ത് 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സാന്ന് പറയുന്നത്. എനിക്കിതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സ്വരൂപിച്ച് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്, പരസ്യമായിട്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്ത് പൈസ കിട്ടുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുമോ, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അയ്യോ അമ്മ എന്താ ഇങ്ങനെ നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം കുറ്റമല്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മക്കളോട്, ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും, നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ അത് കറക്റ്റ് അല്ലേ? അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇപ്പൊ കിച്ചു വന്നിട്ട് ഇങ്ങനെ പ്രതികരണം നടത്തിയത്. ഇവരങ്ങ് ഓവറായി വരികയാണ്. ആ പിള്ളേർക്ക് പോലും വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇനി ഈ പറയുന്ന റിതപ്പൻ കുറച്ചുകൂടെ ഒക്കെ പ്രായമായി കഴിയുമ്പോൾ റിതപ്പനെടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ കാണത്തില്ലേ സോഷ്യൽ മീഡിയയിൽ, ഇല്ലേ? അപ്പൊ അവനും ഇതുപോലെ ചോദിക്കത്തില്ലേ? അത് ഇവര് പറഞ്ഞത് വളരെ കറക്റ്റാ. സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ? ഇവിടെ കാണിക്കുന്നതല്ല, അതിനകത്ത് വേറെ കാണിക്കുന്നത്. അപ്പൊ ആൾക്കാർ അത് കയറി നോക്കാൻ വേണ്ടി പുള്ളിക്കാരി ശരിയാ, കറക്റ്റല്ലേ പറഞ്ഞേ? അതെന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല അതിന്റെ അകത്ത് കാണിക്കുന്നത്? അത് തന്നെ. അതുകൊണ്ട് ആൾക്കാർ അതിൻ്റെ അകത്ത് കയറി ഒരു തിക്കും തിരക്കും ഉണ്ടാക്കും. സത്യമായിട്ടുള്ള കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ? നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലല്ലേ ആ കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. കഷ്ടപ്പെട്ടിട്ട് അന്നിരുന്നേക്കാളും ലെവൽ ഇപ്പത്തിരി പൊസിഷൻ ആയോ? അതെ 100 രൂപ ആരെയും കൈ നീട്ടണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആൺപിള്ളേര്.
മക്കൾക്ക് ബുദ്ധി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇത് തുടങ്ങി, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന പോലെയല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേയിരിക്കും ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്തെ? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, എന്റെ മോൻ വളർന്നു വരുന്നു, ഞാൻ ഒരു അമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരുടെ മനസ്സിലും വേണം. ഞാനിപ്പോ രേണു അങ്ങനെ കാണിച്ചിട്ട് കാശുണ്ടാക്കി എന്നല്ല ഞാൻ പറയണത്. ഇല്ല, ശരിയല്ലയോ? അങ്ങനത്തെ ഒരു ചിന്ത വേണം. എന്റെ പിള്ളേര് വളർന്നു വരുന്നു എന്നുള്ള ഒരു ചിന്ത വേണം. അല്ലാതെ എന്റെ കാലിന് വരെ ആരാധകരാണെന്ന് പറഞ്ഞിട്ട് അവിടെ മൊത്തം പൊക്കി കാണിച്ച് അതിനെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഇടാൻ വേണ്ടി അനുവദിക്കുകയും, എന്താ പറയാ, അവരുടെയൊക്കെ എന്നിട്ട് പുള്ളിക്കാരി എടുത്ത് നോക്കും, അവൻ ഇന്ന് ഇട്ടിട്ടുണ്ടോ എന്റെ കാല് സ്ക്രീൻ സേവർ ആയിട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി പോയി നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? അപ്പൊ ആ രീതിയിലേക്ക് അതപ്പതിച്ചു പോയിരിക്കുകയാണ് ഇപ്പോ രേഷ്മ പി തങ്കച്ചൻ. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് വാചു അടിക്കുകയാണ്, വെല്ലുവിളികളാണ്. എന്തായാലും ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വലിയ കാര്യങ്ങളുമായിട്ടൊന്നും കാണിച്ചിടുന്നില്ല. ഇനിയും പുള്ളിക്കാരി തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തകർത്ത് ചെയ്യുമ്പോഴത്തേനും ഒറ്റ അട്ടിക്ക് കൂട്ടിക്കെട്ടി കൈ കൊടുക്കും. അതുകൂടെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് അടുത്ത വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും.